നമ്മളിന്നൊരു യാത്ര പോവാണ്, ഒരു പ്രോഗ്രാമിന്, ഒരു ഇവന്റിന് പോവാണ്. സ്കെയിലപ്പ് വില്ലേജ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ഇവന്റ് ആണ്. ഒരുപാട് ലേണിങ്ങുകളും ഒരുപാട് ഇൻസൈറ്റുകളും ഒരുപാട് നെറ്റ്വർക്കും ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ വരാറുള്ളത്. ഇത്തരത്തിൽ ഒരുപാട് ഇവന്റുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ട്, പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുന്ന റീസൺ എന്ന് പറയുന്നത്, ബന്ധങ്ങൾ നമുക്ക് പൈസ കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ കുറെ കണക്ഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനും ആ കണക്ഷൻസിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വേദികളാണ് പലത്. നമ്മളുടെ ഒരു പേഴ്സണൽ USP എന്നൊക്കെ രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യന്മാരായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ സിനാൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ പ്രൊജക്റ്റ് ഒക്കെ നമ്മൾ സെക്കൻഡ് സ്കെയിലപ്പിലാണ്. അവിടെ നിന്ന് വെച്ചാൽ അവൻ എന്നെ കാണുന്നതും മീറ്റ് ചെയ്യുന്നതും അവന്റെ ഐഡിയ പിച്ച് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. 7-8 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് എന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കാരണം പല രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവും. നമ്മൾ ആരാണ് നമ്മൾ അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റിൽ അവർ പരിചയപ്പെടുന്ന സമയത്ത് നമ്മളെ കുറിച്ച് അവിടെ പറയാം. നമുക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിച്ചതിൽ ഒരു മെജോറിറ്റി എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ജേർണിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ. അതിന്റെ എല്ലാവിധ പ്രോസസ്സുകളും എല്ലാവിധ റിസോഴ്സസും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കൂടി വിശ്വസിക്കുന്നു. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് ഓണ്ടർപ്രണേഴ്സിനെയും അതേപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിറ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഇവന്റ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഓവറോൾ കൗണ്ട് നോക്കുന്ന സമയത്ത് എല്ലാ ഇവന്റ്സും ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഇവന്റ്സ് നടത്തി. അതെ. പിന്നെ കാലിക്കറ്റിലാണെങ്കിലും ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇവിടൊക്കെ ഇവന്റ്സ് എല്ലാം സക്സസ്ഫുൾ ആണ്. അവിടെ ഒരുപാട് നെറ്റ്വർക്കിങ്ങും അതേപോലെ തന്നെ ഗ്യാതറിങ്സും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. സ്റ്റിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇത്രയൊക്കെ ഇൻപുട്സ് ഉണ്ടായിട്ടും ശരിക്കും അതിന്റെ ഒരു ഔട്ട്കം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് ഒരു ആസ്പിരൻസിന് ആ ഒരു മൊമെന്റ് കഴിഞ്ഞാൽ, ആ ഒരു മോട്ടിവേഷൻ മൊമെന്റ് കഴിഞ്ഞിട്ട് എക്സിക്യൂഷനിൽ ഇത് എത്രത്തോളം അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നടന്ന പല ഇവന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ ആക്ച്വലി സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു പെർസെന്റേജ് ഓഫ് ആൾക്കാരും ചിലപ്പോൾ കാലിക്കറ്റ് നടക്കുന്ന ഇവന്റിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ പെരിന്തൽമണ്ണ ഉണ്ടാവുക. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സെയിം ഓഡിയൻസ് ഒക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്കൊക്കെ 1-2 ഇവന്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നുള്ള ഇവന്റുകളൊക്കെ ഇതെല്ലാം ഒരുപോലെ ആണല്ലോ എന്നുള്ള ഫീലൊക്കെ വരാം. ഞാൻ അതിൽ ഈ സെഷൻസ് എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറത്തോട്ട് നെറ്റ്വർക്ക്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ റാഫി പറഞ്ഞ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും ഇപ്പോൾ ഞാൻ നെറ്റ്വർക്കിനെ കുറിച്ച് സംസാരിച്ച സമയത്താണെന്നുണ്ടെങ്കിലും നെറ്റ്വർക്കുകൾ പല കുട്ടികളും ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കണക്ട് ചെയ്യും, നമ്പറൊക്കെ ഷെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിടും. ചിലപ്പോൾ അന്നൊരു ഹൈ ഹലോ അയച്ചേക്കാം. പക്ഷെ അത് പിന്നീട് ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഫോളോ അപ്പ് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഈ എക്സിക്യൂഷൻ പാർട്ടിലുള്ള ഒരു പ്രശ്നമാണ്. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് സസ്റ്റെയിൻ ചെയ്യിപ്പിക്കലും കൂടി ഉള്ള ഉത്തരവാദിത്തമാണ്. എന്നാൽ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വർത്താവുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സിക്യൂഷൻ പാർട്ടിലോട്ട് ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സുകൾ, ഗൈഡൻസുകൾ, ഓൾവേസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ലേണിംഗ്സുകൾ ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലേ അതിന് റിസൾട്ട് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു, ഇതിൽ മോട്ടിവേഷൻ ഉണ്ടാവുന്നു, 2 ദിവസം ആ മോട്ടിവേഷന്റെ പുറത്ത് പോകുന്നു, പ്രോപ്പർ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ബേൺ ഔട്ട് ആയി പോകും. ഇതാണ് പല സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ഇവന്റുകൾ സക്സസ്ഫുൾ ആവുന്നു, ആളുകൾ വരുന്നു പോകുന്നു എന്നുള്ള അപ്പുറത്തോട്ട് അതിൽ നിന്നുള്ള ഇമ്പാക്റ്റുകളും കൂടെ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഓഫ്കോഴ്സ് റാഫി ഇത് പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണ്. കാരണം നമ്മൾ സ്റ്റാർട്ടപ്പ് സാറ്റർഡേയിലെ കേസിലൊക്കെ സ്റ്റാർട്ടപ്പ് സാറ്റർഡേ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും നടത്തി വരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു സെഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗസ്റ്റ് സ്പീക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്യൂർ നെറ്റ്വർക്കിംഗ് ഇവന്റ് നടത്തുമ്പോഴും നമ്മൾ അതിന്റെ ഇമ്പാക്ട് ഓഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഇമ്പാക്ട് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാറ് ഇതിനുള്ളിൽ എത്ര പേര് നെറ്റ്വർക്കിംഗ് സക്സസ്ഫുള്ളി നടത്തി, എത്ര പേര് കണക്ഷൻസ് നടത്തി. പലപ്പോഴും അടുത്തൊരു സ്റ്റാർട്ടപ്പ് സാറ്റർഡേ നടക്കുമ്പോൾ വന്ന് സംസാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കഴിഞ്ഞ സ്റ്റാർട്ടപ്പ് സാറ്റർഡേക്ക് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഡീല് നടന്നു, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് നടന്നു. നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കോ ഫൗണ്ടേഴ്സ്, അതായത് ഒരു പേഴ്സൺ വന്നിട്ട് അയാൾക്ക് ഒരു ടെക് കോ ഫൗണ്ടർ ആവശ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സാറ്റർഡേക്ക് വന്ന ഒരാളായിരുന്നു. അയാൾ സെക്കൻഡ് സാറ്റർഡേക്ക് വന്നപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞ സംബന്ധിച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സാറ്റർഡേക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു ടെക് ഡെവലപ്പർ ആളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു, അവരുടെ പ്രൊജക്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതും കൂടിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1% ഓഫ് ഇമ്പാക്റ്റ് എങ്കിലും ആ ഇവന്റുകളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാലാണ് ആക്ച്വലി നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഒരു ഇവന്റ് കൊണ്ട് റിസൾട്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ അതിൽ വലിയ സ്കെയിലുള്ള ഇവന്റുകളാവുമ്പോൾ അവർക്ക് ഓഡിറ്റ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടി ഈ ഇവന്റ്സിനെ ഫോളോ അപ്പ് ആയിട്ട് അതിനൊരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് സ്വഭാവം കൂടി മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ഈ സ്ഥിരമായിട്ട് ഇവന്റ്സിന് പോകുന്ന സമയത്ത് കാണുന്ന സെയിം ഫേസസ് ഉണ്ടല്ലോ, ഇവരൊക്കെ തുടക്കത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതേ ഐഡിയ സ്റ്റേജിൽ തന്നെയാണ് പലരും ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും ഐഡിയന്ന് ഒരു എക്സിക്യൂഷനിലോട്ട് പോവാത്തത്, അല്ലെങ്കിൽ ആ ഐഡിയ വാലിഡേറ്റ് ചെയ്തിട്ട് ഒരു MVP ഡെവലപ്മെന്റിലോട്ട് അവർ മൂവ് ചെയ്യാത്തതിന്റെ ഒരു മേജർ റീസൺ എന്തായിരിക്കും? അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഫൗണ്ടേഴ്സിൽ പലർക്കും
എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ യങ് ഫൗണ്ടേഴ്സ് യങ് ഓണ്ടർപ്രണേഴ്സിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ റാഫി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്നൊരു ഇവന്റിൽ വന്നിട്ടും ഇതേ ഐഡിയ ഇതേ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആൻഡ് അതേ സംഭവം ഈ ഒരു ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവരെ കാണുമ്പോൾ അതേ സ്റ്റാറ്റസിൽ തന്നെ നിൽക്കുന്ന സിനാരിയോസ് ഒരിപ്പോഴും അതിൽ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും കാണാറുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാനിപ്പോൾ മനസ്സിലാക്കിയത് നമ്മൾ ശരിക്കും ഇവിടെ നമ്മളെ കൾച്ചറിൽ ഇവർ ശരിക്കും നല്ല എഫേർട്ട് ഇട്ട് ഇത് ബിൽഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും മോട്ടിവേഷനും ഒക്കെ ഇവർക്ക് ഉണ്ട്. പക്ഷെ എന്തോ ഒന്ന് വരാനുണ്ട്, അത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങുന്നുള്ളൂ എന്ന രീതിയിലുള്ള ഒരു സാധനം ഇവിടെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഇപ്പൊ എക്സ്പെഷ്യലി ഇൻ കമ്മിങ് ടു ഫണ്ടിങ് വന്നിട്ട് ഞങ്ങൾ ഇത് തുടങ്ങുള്ളൂ എന്നൊരു വാശി എന്നൊരു സംഭവം മനസ്സിൽ സെറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ആരോ അതങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആദ്യം നമ്മൾ മാറ്റും. തുടക്കത്തിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഫണ്ടിങ്ങിന് ഒരു ഇത്ര എമൗണ്ട് വേണമെന്ന് അത് എമൗണ്ട് വേണം. അപ്പൊ ഈ എമൗണ്ട് കിട്ടിയിട്ട് വേണം ആദ്യം മുതൽ തുടങ്ങാൻ, ഇതിന്റെ R&D തുടങ്ങാൻ, ഇതിന്റെ മാർക്കറ്റ് റിസർച്ച് തുടങ്ങാൻ, എന്നിട്ട് ഇതിന്റെ ഡെവലപ്മെന്റ് MVP അങ്ങനെ വരുന്നൊരു സാധനം. പക്ഷെ ഇതിൽ പലപ്പോഴും നമ്മളെടുത്ത് പല പ്രൊജക്ട്സ് വരുമ്പോൾ നമ്മൾ അവർക്ക് എഴുതി പറഞ്ഞു കൊടുക്കാറുണ്ട്. ലൈക്ക് ഇതിന്റെ അകത്ത് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പൈസ വേണ്ട, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പൈസ വേണ്ട, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പൈസ വേണ്ട, ഇതാദ്യം ചെയ്യും. ക്യാപിറ്റൽ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ കുറെ ക്ലാരിറ്റി കിട്ടുക. അപ്പൊ മേ ബി ചിലപ്പോൾ ഇതിനേക്കാൾ ക്യാപിറ്റൽ ഇപ്പം വേണ്ടി വരും, അല്ലെങ്കിൽ ഇത്രയും ക്യാപിറ്റൽ ഇപ്പം വേണ്ടി വരില്ല. അല്ലെങ്കിൽ കുറെ പ്രോസസ്സിൽ പിവോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബേൺ ചെയ്യാതെ പിവോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറെ ക്ലാരിറ്റി കിട്ടുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എവറി സ്റ്റെപ്പ് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊരു അസെറ്റാണ്. അതൊരു അതൊരു ട്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈവൻ പല സെക്ടേഴ്സിലും പല പ്രൊഡക്റ്റ് ബേസ്ഡ് സംഭവങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിലും സർവീസ് ബേസ്ഡ് നോക്കുകയാണെങ്കിലൊക്കെ മേ ബി ക്യാപിറ്റൽ ഇല്ലാതെ തന്നെ ഇവർക്ക് കസ്റ്റമർ അക്വിസിഷൻ ചെയ്യാനും ചെറിയ രീതിയിലുള്ള ഒരു ട്രയൽ പ്രൊഡക്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ളവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാർക്കറ്റ് അക്വിസിഷൻ ഒക്കെ ചെയ്യാൻ പറ്റും, ഒരു ഓഡിയൻസിനെ ഇവർക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും, കസ്റ്റമർ റെഡിയാക്കാൻ പറ്റും. എന്നിട്ട് വലിയൊരു ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ റെഡിയാണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്സ് വെച്ചിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സും ഒക്കെ ഇവർക്ക് വരുത്താൻ പറ്റും. ഈ സ്റ്റെപ്പ് പലപ്പോഴും ഇവർ എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം. ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് പറയാൻ സ്റ്റെപ്പ് എടുക്കാത്തതിന് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ആണോ, അതോ അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ഇവന്റ്സ് ഒക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇത്തരം പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടല്ലേ? ഓഫ് കോഴ്സ് അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് ഇവർക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സിലുള്ള മിസ്റ്റേക്സുകൾ ഒരു ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഫണ്ടിങ് കിട്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ തുടങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫണ്ടിങ് കിട്ടാണ്ടൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റണം. അത് മാറ്റിയിട്ട് ഇതിൽ നമുക്ക് ആദ്യം നമ്മളൊരു ഐഡിയ പ്ലാൻ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം നമുക്ക് ക്യാഷ് ഇല്ലാണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, അത്രയും ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ സീക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുക അതിലുള്ള കുറേ കാര്യങ്ങൾ പിവോട്ട് ചെയ്യാനുള്ളതായിരിക്കും. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇനി എങ്ങാനും കിട്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ക്യാഷ് ബേൺ അവിടെ വരികയാണ്. അത് നമ്മൾ ഇൻവെസ്റ്ററിനോട് റെസ്പോൺസിബിൾ ആണ്, നമ്മുടെ കമ്പനിയോട് നമ്മൾ ലയബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആദ്യമേ മാറ്റാൻ വേണ്ടി പറ്റും. സോ അത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് മെജോറിറ്റി കേസസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ആ കൾച്ചറിൽ അങ്ങനെ പറഞ്ഞ് ശീലിച്ച് പോയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ഫണ്ടിങ് കിട്ടിയാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നടക്കൂല എന്നുള്ളൊരു സാധനം. അപ്പൊ അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് ക്യാഷ് ഇല്ലാതെയും ക്യാപിറ്റൽ ഇല്ലാതെയും നിങ്ങൾക്ക് ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ പല സ്റ്റേജസ് മേ ബി സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒക്കെ കടക്കാൻ പറ്റുന്ന പൊസിഷൻസ് ഉണ്ടാവും. ബൂട്ട്സ്ട്രാപ്ഡ് ആയിട്ട് തന്നെ വരിക. അതെ. അപ്പൊ അതിൽ ഒരു പെന്നി പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പരിചയപ്പെടുത്തിയിട്ട് ഏറ്റവും ബെയർ മിനിമം നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തിട്ട് ഒരു കസ്റ്റമർ അക്വിസിഷൻ എങ്കിലും ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് റൈറ്റ് കൊളാബറേറ്റേഴ്സിലോട്ടെങ്കിലും എത്താൻ പറ്റും. അങ്ങനെ ഒരു പൊസിഷനിങ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ ഒരു പ്രൂഫ് ഡാറ്റ നമുക്ക് അവിടെ ഉണ്ടാവും. മനസ്സിലായി, ഒരു ഡോക്യുമെന്റഡ് ജേർണി അവിടെ ഉണ്ടാവും. ഷിബി, ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡിന്റെ ഫൗണ്ടർ ബി സ്കൂൾ വിസിറ്റ് ചെയ്ത സമയത്ത് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ഒരു ഐഡിയ വരുന്നു, ആ ഐഡിയ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റിയിൽ സ്ട്രക്ചറൈസ് ചെയ്തതിന് ശേഷം ചെയ്തത് മനസ്സിലായി, ജസ്റ്റ് അതിന്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഒരു ആഡ് റൺ ചെയ്തു. സമയത്ത് അത്രയും ലീഡ് വന്നു. ആ സമയത്ത് മനസ്സിലായി, വാലിഡേറ്റഡ് ആയി. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ഡാറ്റ ഒക്കെ ശരിക്കും നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ക്രെഡിബിൾ ആയിട്ടുള്ള ഡാറ്റ. ഇത്രയും ആൾക്കാർ ഇതിന് വെയിറ്റിംഗ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്നല്ല. ഇതിലിപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് പറയാവുന്ന ഒരു റോൾ മോഡലാണ് ആക്ച്വലി നമ്മുടെ ഫഹീമൊക്കെ. എനിക്ക് ആക്ച്വലി ഹി ബിൽറ്റ് ഇറ്റ് ഫ്രം സ്ക്രാച്ച്. ജസ്റ്റ് പെന്നി റുപ്പീസ് പോലും ഇല്ലാതെ ആദ്യം ചെയ്തെന്താണ് അവനവൻ്റെ ഐഡിയ കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്തതിന് സർവേ ഒക്കെ നടത്തിയ ശേഷം ആദ്യം കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് സൈഡ് ഹസിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ടാർഗറ്റ് ഓഡിയൻസിനെ പിക്ക് ചെയ്തിട്ട് അവർക്ക് പല രീതിയിലുള്ള വെബിനാറുകളും സെഷൻസുകളും ഡിസ്കഷൻസുകളും ഒക്കെ ചെയ്തിട്ട് അത്തരത്തിൽ എൻഗേജ് ചെയ്ത് നിർത്തിക്കൊണ്ട് വലിയൊരു കമ്മ്യൂണിറ്റി അവന് ബിൽഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം വലിയൊരു ഫോളോവേഴ്സിനെ അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. ആ ഫോളോവേഴ്സിൽ നിന്നൊരു 60K അറൗണ്ട് 60,000 കൂടുതലുള്ള ഫോളോവേഴ്സ്. ഒരു ഹാപ്പി ന്യൂസ് ആഡ് ചെയ്യാനുള്ളത്, ഇന്നിപ്പോ നമ്മൾ പോകുന്ന ഇവന്റിൽ സ്പീക്കറാണ്. അതെ, അപ്പൊ അതിലോട്ട് എത്താൻ വേണ്ടി പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടാണ്, വിത്തൗട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇന്ന് ഈ ഒരു ഇവന്റിലടക്കം സ്പീക്കർ ആവാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ അത് അവനൊരു എഫേർട്ടിന്റെ ആണ്.
അപ്പൊ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അവർ ആ കസ്റ്റമറിനെ ആദ്യം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് റെഡിയാണ്. ആ പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് റെഡി ടു ബൈയിൽ കസ്റ്റമർ നിൽക്കുകയാണ്. ഐ തിങ്ക് നമ്മൾ മാർക്കറ്റിൽ പുഷ് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ഡിസ്കഷനിൽ ഇരുന്ന സമയത്ത് ഓണിക്കോന്റെ Q4 ഡിസ്കഷനൊക്കെ ഇരുന്ന സമയത്ത് അതിൽ ഫഹീം പറയുണ്ടായി, ലൈക്ക് ഇപ്പോൾ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, ആപ്പിന്റെ വെയിറ്റ് ലിസ്റ്റിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ള അറൌണ്ട് 1000 കൂടുതൽ ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അവിടെ ആ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ആപ്പിന്റെ ഡെവലപ്മെന്റ് എമൗണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എമൗണ്ടിന്റെ 10 times റവന്യൂല് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള കസ്റ്റമർ അവിടെ റെഡിയാ. അത് വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് അവർ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത്തരത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ ഇവർക്കൊരു റോൾ മോഡൽ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ക്വിക്ക് റിസൾട്ട് വേണം എന്ന് ഓണ്ടർപ്രണർ ആസ്പിരൻസിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ചെമിനിക്ക് അതിന് പെട്ടെന്ന് റിസൾട്ട് കാണണം. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടപ്പ് അതൊരു ബേസായി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വളർന്ന് വരണമെങ്കിൽ മിനിമം ഇയേഴ്സ് എടുക്കും. ആ ഒരു ക്ഷമയില്ലാത്തൊരു പ്രോബ്ലം നമ്മളെ ഈ പറയുന്ന ഒരു ഓണ്ടർപ്രണേഴ്സിന് ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ? അത് ഓണ്ടർപ്രണേഴ്സിന് മാത്രമല്ല, മൊത്തത്തിൽ നമ്മളെ യങ്സ്റ്റേഴ്സിനുള്ള ഒരു പ്രശ്നമാണ് ഈ ഗെറ്റ് റിച്ച് ക്യുക്ക് എന്നൊക്കെ പറയുന്ന പോലെ. ഗെറ്റ് ക്യുക്ക്, എന്തും പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് അവൈലബിൾ ആവണം എന്നുള്ളൊരു സംഭവം നമ്മളുടെ കൾച്ചറിലുള്ള ഒരു സംഗതിയാണ്. ഇതുള്ളതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ കൾച്ചറിലൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവം എപ്പോഴും നമ്മുടെ കോണ്ടന്റുകളിലടക്കം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു 5 years ഒക്കെയാണ് അതിന്റെ ടൈം ലൈൻ ആയിട്ട് കാണുക. പക്ഷെ എല്ലാത്തിനും അങ്ങനെ കാണുന്നില്ല. ചില കേസുകളിലൊക്കെ ഈവൻ 3 മാസം കൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളുണ്ട്, 6 മാസം കൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളുണ്ട്, പല എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ ഇതിലുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം കൂടെ ചെയ്യണം എന്നില്ല, എന്നാൽ ഇതിന്റെ ചെറിയ രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ എത്താനും പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾഫിൽഡ് വേർഷൻ ആയിരിക്കും ഇവരുടെ വിഷൻ ആയിരിക്കും ഇവർക്ക് ചെയ്യേണ്ടത്. അത് ഇവർക്ക് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ചിലപ്പോൾ അതിന്റെ ഒരു phase 1 അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയൊരു ഭാഗം, അതിന്റെ ഒരു 10% ആയിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ഒരു പെട്ടെന്നുള്ള ഒരു എക്സിക്യൂഷൻ നമുക്ക് പറ്റുക. അത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അത് ആദ്യത്തെ ഒരു 100 കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നതായിരിക്കും നമ്മൾ ആദ്യത്തെ മൈൽ സ്റ്റോൺ. അതാണ് അതിന്റെ റിസൾട്ട്. അതിലിപ്പോൾ വലിയ പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല, വലിയ റവന്യൂ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. മേ ബി ചിലപ്പോൾ 100 കസ്റ്റമർക്ക് പോയി 99 നമുക്ക് റീഫണ്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാം, പ്രോബ്ലംസ് വരാം, ഫീഡ്ബാക്സ് വരാം, അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സർവീസിനെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ആ ഒരു സ്റ്റെപ്പ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതൊക്കെ വളരെ ചെറുതായിട്ട് നമ്മൾ കാണരുത്. അത് പലപ്പോഴും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവർ വലിയ വിഷൻ ആയിരിക്കും, ഇവർക്ക് ഒരു വർഷം കൊണ്ട് 10 ലക്ഷം ആൾക്കാർ അക്യൂർ ചെയ്യുക, യൂസേഴ്സിനെ അക്യൂർ ചെയ്യാന്നായിരിക്കും ചിലപ്പോൾ ഇവരുടെ ഗോൾ. പല പിച്ചിലും നമ്മൾ അത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നടക്കാതെ വരുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ഡിമോട്ടിവേറ്റഡ് ആവും. എക്സാക്ട്ലി. പക്ഷെ അതിലിവിടെ ചെയ്യുന്നത് വെച്ചാൽ അതിൽ ചെറിയ മൈൽ സ്റ്റോൺസ് ഉണ്ടാക്കി, ചെറിയ മൈൽ സ്റ്റോൺസ് ഉണ്ടാക്കി അത് ചെറിയ അച്ചീവ് ചെയ്ത് അത് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ മോട്ടീവ് ചെയ്ത് പോവാം. ഞാൻ അതിലൊരു പോയിന്റ് ആഡ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ തുടക്കത്തിലുള്ള ആ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു 2-3 മാസം പ്രോഡക്റ്റിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു അഡ്രിനാലിനും ഭയങ്കര എന്തൂസിയാസം കാണാറുണ്ട്. അത് എക്സിക്യൂഷനിലോട്ട് പോകുന്ന സമയത്ത് മെല്ലെ താഴോട്ട് വരാനും അത് പിവട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക, ഐഡിയ മാറ്റുക, ഇതിനോടുള്ളൊരു എന്താണ് പറയാനുള്ളത്? അതിലിപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പേഴ്സണലി അറിയുന്ന പല ഫൗണ്ടേഴ്സും തുടക്കത്തിൽ ഭയങ്കരമായിട്ട് വിഷനും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് അനൗൺസ് ചെയ്ത് ലോഞ്ച് ചെയ്ത് തുടങ്ങി ഈവൻ സർവീസോ റവന്യൂ വരെ ജനറേറ്റ് ചെയ്തിട്ട് പോലും ഡിമോട്ടിവേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. പല എക്സ്പീരിയൻസുകളും. ഇപ്പോൾ വെരി റീസെന്റ് 2 ഫൗണ്ടേഴ്സ് നമ്മുടെ അടുത്തൊന്ന് സംസാരിച്ചൊക്കെ ഉണ്ടായി ഈ ഒരു ഇഷ്യൂ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റഡ് ആയി എന്നുള്ള സിറ്റുവേഷനൊക്കെ. അപ്പോൾ അതിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ വലിയ വിഷനാണ് കാണുന്നത്. ഇറ്റ്സ് ഓക്കെ, വലിയ വിഷൻ നമ്മളെല്ലാവരും കാണണം, അതിലോട്ടുള്ള മിഷനും നമ്മൾ കാണുന്നുണ്ടാവും, ഹൗ ടു ഡു ദാറ്റ് അതും നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മളൊരു 3 വർഷത്തെ ഗോൾ വെച്ച് റൺ ചെയ്യുമ്പോൾ 3ാമത്തെ വർഷമാണ് നമ്മൾ അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അത് നമുക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ ഈ 3ാമത്തെ വർഷം റിസൾട്ടിന് വേണ്ടിയിട്ട് 3 വർഷം നമ്മൾ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ 3 വർഷം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് വേണം. എക്സാക്ട്ലി. അത് പലപ്പോഴും ഇവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യും. ഒരു 3 വർഷമാണെങ്കിൽ 3 ആക്കാതെ 3 ആക്കി 3നും 4 ആക്കി 12 ആക്കി അതുപോലെ തന്നെ നമ്മള് ഒരു 3 വർഷത്തെ ആകുമ്പോൾ നമുക്ക് മിനിമം ഒരു 12 മൈൽ സ്റ്റോൺ എങ്കിലും ഉണ്ടാവും, ഓരോ ക്വാർട്ടർ മൈൽ സ്റ്റോൺസ്. അപ്പൊ ഈ ഓരോ ക്വാർട്ടറിൽ നമ്മൾ സംതിങ് അച്ചീവ് ചെയ്തു, എന്തെങ്കിലും ഒന്ന് നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പൊ ആ ക്വാർട്ടർ അച്ചീവ് ചെയ്തത് നമ്മൾ അടുത്ത ക്വാർട്ടർ ഓടാനുള്ള മോട്ടിവേഷനാണ്. അപ്പൊ ഈവൻ അതിൽ അങ്ങനെ നമ്മൾ മൈക്രോ മാനേജ്മെന്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓഡിറ്റ് ചെയ്യാനും പറ്റും, നേരത്തെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും പിവോട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ചിലപ്പോൾ നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്യുന്നതും 3 മാസം കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്യുന്നതും തമ്മിലുള്ള ചേഞ്ച് ഭയങ്കര വലുതാണ്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സംഭവം നമ്മളുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ പറയുന്ന ഇനീഷ്യൽ എന്തൂസിയാസം കീപ്പ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതില്ലാതിരിക്കുന്നതിന്റെ റീസണോ തന്നെയാണ്. മനസ്സിലായി. ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫെയിലേഴ്സ് വരാം, ചാലഞ്ചസ് വരാം, നമ്മൾ അത് നേരത്തെ വരാൻ പ്രാർത്ഥിക്കുക എന്ന് പറയും. ഫെയിലേഴ്സ് എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് എക്സ്പീരിയൻസസ് ആണ്. അത് നമ്മൾ ലേണിങ്സ് ആണ്. കാരണം അത് നേരത്തെ വന്നത് അത്രയും നല്ലത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അത് ഇനിയും നേരത്തെ വരണമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഞാനടക്കം ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വരാം, ഇത് വരാം, അത് വരാമെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുണ്ടെങ്കിൽ നേരത്തെ വരട്ടെ നമ്മൾ പറയാം. അതെ, നാളെ വരണ്ടെങ്കിൽ നാളെ വന്നോട്ടെ എന്ന് പറയാം. കാരണം നാളെ കഴിഞ്ഞ് അത് കഴിഞ്ഞല്ലോ, മറ്റന്നാളത്തേക്ക് വെക്കുമ്പോൾ
എന്താണ് അതിന്റെ ഇമ്പാക്ട് ഇനിയും കൂടാണ്, കാരണം നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാം. അതെ, സിമ്പിൾ ആയിട്ട് അതിനൊരു വേർഡിൽ പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ വിഎസ് റിയാലിറ്റി. ഓഫ് കോഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബേസിക് മെച്യൂരിറ്റി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ആ മെച്യൂരിറ്റി ഉണ്ടാവുന്നതും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളിലൂടെയാണ്. അത് ഒരു മിനിമം ടൈം എടുത്തിട്ടുണ്ടാവുന്നത്. കാരണം നമുക്കറിയാം നമ്മൾ ഏജിലല്ല പലപ്പോഴും മെച്യൂരിറ്റി നമ്മൾ ആൾക്കാർ, നമ്മൾ ഭയങ്കര പ്രായമുള്ള ആൾക്കാർ മെച്യൂരിറ്റി ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ചെറിയ കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള വലിയ ഡിസിഷൻസ് എടുക്കുന്ന, വലിയ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും മെച്യൂരിറ്റിനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും അവരെ മെച്യൂർഡ് ആക്കിയിട്ടുണ്ടാവുക. അല്ല, ഞാൻ വേറെ പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒക്കെ ആകത്തുക നോക്കുന്ന സമയത്ത് പലപ്പോഴും ഐഡിയാസ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഭയങ്കര എക്സിക്യൂഷൻ ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതൊരു പരിധി വരെ ഒരു ഫൗണ്ടേഷനെ സംബന്ധിച്ച് അവർ ആ ലൂപ്പിൽ തന്നെ ആയതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യാനോ തിരുത്താനൊന്നും പലപ്പോഴും തയ്യാറാവാത്തൊരു സിനാരിയോസ് ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാല് മെന്റേഴ്സ് ആണോ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മെന്റർഷിപ്പ് എന്നുള്ളതിന് അത്ര ഒരു പ്രിയോറിറ്റി ഇന്ന് കൊടുക്കുന്നില്ല എന്നുള്ളത്? അതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോസസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ തന്നെ ഈ സാധനം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഫൗണ്ടർ പറയാം ഇത് നമ്മൾ റോങ് വേയിലാണ് പോകുന്നത്, നമ്മൾ കറക്റ്റ് ചെയ്യണം എന്ന് പറയാം. പക്ഷെ മറ്റ് ഫൗണ്ടേഴ്സ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് ഫൗണ്ടർ കോൺഫ്ലിക്ട്സുകൾ, കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ലീഡ് ചെയ്യുന്ന അങ്ങനെ പല കേസസും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറില്ല, പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റിനോട് ജോയിൻ ചെയ്തിട്ട് ഇത് സോർട്ട് ചെയ്യാൻ പറയും. അതിന്റെ റീസൺ എന്താണ്, അവിടെ ഒരു അനദർ പേഴ്സൺ ഇന്നായിട്ട് അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കണം. ആ തീരുമാനത്തിൽ ഇടപെടാൻ നമ്മൾ എന്താ പറയുക, നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ മധ്യസ്ഥം പറയാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ പോലെ ഒരാളോടെ വേണം. എന്നിട്ട് അത് ഗൈഡ് ചെയ്ത് കൊടുക്കണം. കാരണം പലപ്പോഴും ഇവർ ഇത് റിയലൈസ് ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടാവും. ഈവൻ റിയലൈസ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടാവും. ഇവർക്ക് അറിയാം ഇവർ പോകുന്നത് റോങ് വേയിലാണ്, ഇവർ ഇവിടുന്ന് പിവേർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ഇവർ ചിലപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവരെന്ത് ചെയ്യൂല, ആ സ്റ്റെപ്പ് എടുക്കൂല. ആ സ്റ്റെപ്പ് എടുക്കാതിരിക്കണം എന്തായിരിക്കും, ഇത് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്താണ്, ഇത് ഞാൻ എന്തായാലും എത്തിക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. നമ്മളെപ്പോഴും പറഞ്ഞതാണ് കാക്കൊക്കെ തങ്കുഞ്ഞ് മുഞ്ഞുന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഐഡിയ ഭയങ്കര സൂപ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ അത് നമ്മൾ എന്ത് വന്നാലും കുഴപ്പമില്ല, ഇംപ്ലിമെന്റ് ചെയ്യും. ശരിയാണ്, ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള മാർഗ്ഗങ്ങളിലും പല മാറ്റങ്ങളും നമ്മൾ വരുത്തേണ്ടി വരും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ പോയിക്കൊണ്ടിരിക്കാം. ഇപ്പൊ നമ്മൾ പോണ വഴിക്ക് ഒരു റോഡ് ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്, ഒരു 1 hour ബ്ലോക്കാണ് കാണിക്കുന്നത്. ഇപ്പുറത്ത് കൂടി ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ ഈ ഷോർട്ട് കട്ട് കൂടി പോലും നമ്മൾ മെയിൻ റോഡ് കൂടി മാത്രം പോകുള്ളൂ. മീൻസ് ഷോർട്ട് കട്ട് എടുക്കണം എന്നല്ല പറയുന്നത്, അൾട്ടർനേറ്റീവ് വേസ് നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ അതിലൂടെ പോകാൻ ശ്രമിക്കുക, അതിലൂടെ പോയിട്ടാൽ നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ്. അതൊരു സിസ്റ്റം നമ്മളവിടെ ആ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഗൈഡൻസ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ആർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതേ വഴികളിലൂടെ മുന്നേ കടന്നു പോയ ആളുകൾക്കാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അവിടെയാണ് മെന്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മളെ അതേ പ്രശ്നത്തിലൂടെ, അതേ വഴികളിലൂടെ, അതേ ഇൻഡസ്ട്രിയിൽ, അതേ എക്സ്പീരിയൻസ് ഉള്ള മെന്റേഴ്സ് ഗൈഡൻസ് തരുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം. അവരെടുത്ത് നമ്മൾ പോവുക, ഈ കാര്യങ്ങൾ സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് തന്നെ ഇതിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ തന്നെ ഈ ലൂപ്പിൽ തന്നെ നിൽക്കുകയാണ്, നമ്മൾ പിവോട്ട് ചെയ്യുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് ഡിസ്കഷൻ. അപ്പോൾ മേ ബി ചിലപ്പോൾ അവരെ പോകുന്ന വേ തന്നെ പോയാൽ മതിയായിരിക്കും, പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും. ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഇവർ മാറ്റേണ്ടി വരും, ഒരു കംപ്ലീറ്റ്ലി റോങ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുറെ കാലം കഴിഞ്ഞ് റിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വലിയ ഫൈനാൻഷ്യലി ഫിസിക്കലി ഒക്കെ ഒരു ബേൺ ഔട്ട് ആയിട്ടുണ്ടാവും. പക്ഷെ അതിന് മുന്നേ നേരത്തെ കൂട്ടി അവർക്ക് അത് പിവോട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മേ ബി ആ ഒരു ടൈം ലൈനോണ്ട് അവർക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ചിലപ്പം കൊണ്ടുവരാനും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒക്കെ അച്ചീവ് ചെയ്യാനും പറ്റും. അത് പല സ്റ്റോറീസിലും ഇപ്പോൾ നമുക്ക് വലിയ ബിഗ് ബ്രാൻഡ്സുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബ്രാൻഡ്സുകളൊക്കെ പിവോട്ട് ചെയ്തിട്ടുള്ള കമ്പനീസാണ്. നമ്മൾ നെറ്റ്ഫ്ലിക്സിന്റെ കേസിലൊക്കെ പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സ് പണ്ട് DVD റെന്റിന് കൊടുത്തിരുന്ന കമ്പനിയാണ്, DVD റെന്റിന് കൊടുക്കല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പല കമ്പനീസും തുടങ്ങി, ആമസോണിന്റെ കേസിലാണെങ്കിലും ഒക്കെ പിവോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ $1 ബില്യൺ ബ്രാൻഡ്സുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ളത് പിവോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ്. പിവോട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് ആ റൈറ്റ് ടൈമിൽ ഏർലി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടോ നോക്കുക, അതില് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നോക്കുക. എപ്പോഴും മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് എടുക്കുന്നത് നല്ലത്. കൺസൾട്ടിങ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ മനസ്സിലായില്ലേ. ഈവൻ നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസൾട്ടന്റ് ആവണമെന്നില്ല, പ്രൊഫഷണൽ ആവണമെന്നില്ല, പക്ഷെ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം. അയാളെടുത്ത് നമുക്ക് നമ്മളെ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ അയാൾക്ക് അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്കിലും നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. കാരണം നമ്മൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ അടുത്തുനിന്നായിരിക്കും നമുക്ക് ചിലപ്പം റൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്സ് കിട്ടുക. അപ്പൊ അതിന് നമുക്ക് വേണോ എടുക്കണോ വേണ്ട എന്നൊക്കെ നമ്മുടെ തീരുമാനമാണ്. പക്ഷെ അത്തരം ഇൻസൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് ചിലപ്പം ഒരുപാട് നല്ല ഇൻപുട്സുകൾ, നല്ല സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി പറ്റും. വേറെ പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മൾ യങ് ഓണ്ടർപ്രണേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കോപ്പി കാറ്റ് ഐഡിയാസ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു യങ് ഫൗണ്ടർ അയാളൊരു ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് അയാളുടെ കഷ്ടപ്പാട് കൊണ്ട് സക്സസ് ആയി, അല്ലെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് നേരെ അപ്പുറത്ത് എന്നാ ഓക്കെ ആ ഒരു ഐഡിയ പിടിക്കുക എന്നുള്ള രീതി, അതിന്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ്? അതിൽ ഞാൻ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ കാണുമ്പോൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ഞാൻ ചോദിക്കാനൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ ഐഡിയ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തീരുമാനിക്കാനെടുത്ത റീസൺ എന്താ? കാരണം
ബിസിനസ് ചെയ്യണം, ഓണ്ടർപ്രണർ ആവണം, എക്സാക്ട്ലി. ഇറ്റ്സ് ഓക്കെ. ആ കാരണം പക്ഷേ അല്ലേ? നിങ്ങൾ ഈ പെർട്ടിക്കുലർ ബിസിനസ് ചെയ്യാൻ എടുത്ത തീരുമാനം എന്താണ്? അതിനൊരു നല്ല സ്ട്രോങ് വൈ അവർക്ക് ആൻസർ ഉണ്ടായിരിക്കണം. ആ വൈ ഫാക്ടർ അവർക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇവഞ്ച്വലി ഇവർ കൊളാപ്സ് ആവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ ഇവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കോപ്പി കാറ്റ് മോഡൽസ് ഫെയിലർ ആവും. അതെ. പക്ഷേ ഇതിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ മോഡൽസിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അതിൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേ ബി അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതേ പ്രോബ്ലം അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ട്രോങ് റീസൺ ഉണ്ടാവും അവർക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമർ നീഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന്. അപ്പോൾ ആ റീസൺ ആയിരിക്കും അവരുടെ മോട്ടിവേഷൻ, ആ വൈ ഫാക്ടർ ആയിരിക്കും അവരുടെ മോട്ടിവേഷൻ. അപ്പോൾ അവരതിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക. അപ്പൊ അതിനിപ്പോൾ ആരെങ്കിലും കോപ്പി ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവരെ ബാധിക്കാൻ പോകുന്നില്ല. അതിൽ ഒരു സീരിയസ് ആയിട്ടുള്ള എലമെന്റ്, പല ആളുകളും മെന്റേഴ്സിനെ സമീപിക്കാത്തത്, കൺസൾട്ടൻസീസിനെ സമീപിക്കാത്തത്, അതെ, നല്ല ആളുകളെ ഇൻസൈറ്റ് എടുക്കാത്തത്, ഐഡിയ ആരെങ്കിലും കോപ്പി അടിക്കുന്നത്. കോപ്പി ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ബി സ്കൂളിൽ പൊതുവെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എൻക്വയറിലൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ ഐഡിയ. അപ്പൊ അത് എനിക്ക് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഐഡിയാസ് ആർ ചീപ്പ് എന്നുള്ളതാണ്. ഇറ്റലിക്ക് 20 rupees എന്നാണ് നമ്മൾ പറയുക. അതെ, ഇതിന്റെ എക്സിക്യൂഷൻ പാർട്ടാണ്. കാരണം ഐഡിയാസ് ആർ കോമൺ ടുഡേ. ഇതിന്റെ സ്കിൽ റയർ ആണ്, എക്സിക്യൂഷൻ എന്ന് പറയുന്നത് റയറാണ്, എക്സ്റ്റിങ്ക്റ്റ് ആണ്. നമ്മളിപ്പോ നമ്മളെ ഡിഗ്രീസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് എന്നും പറയുന്നത്. സോ അത്തരത്തിൽ ഐഡിയാസ് മീൻസ് ഇതിൽ 1% ഓഫ് ഇന്നോവേഷൻസ് ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ സ്റ്റിൽ അതിൽ വലിയൊരു മേജർ പെർസെന്റേജ് ഓഫ് ആൾക്കാരും ഇത്തരത്തിൽ കോമൺ ഐഡിയാസ് ആണ്. ഈവൻ ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് നമ്മൾ നോക്കുന്ന ഐഡിയാസ് പോലും വേറെ ഏതെങ്കിലും രാജ്യത്ത് വേറെ ടൈം ലൈനിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽസുകൾ നമുക്ക് ഉണ്ടാവും, റിസർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമ്മളുടെ മാത്രം ഒരു സാധനമാണ്, നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ഐഡിയ നിങ്ങൾ ഷെയർ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം മറ്റൊരാൾക്ക് അതിനെ അക്സസ് ചെയ്യുന്നവരുണ്ടാവാട്ടോ, ഇല്ലാന്നല്ല. മേ ബി ചില ആളുകളൊക്കെ അങ്ങനെ ഐഡിയാസ് നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, മറ്റുള്ള ഒരു ഐഡിയ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, എക്സിക്യൂട്ട് ആയതിനു ശേഷം വേറെ ആൾക്കാർ ചെയ്തു. അതെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ലൈവ് ആയി കഴിഞ്ഞാൽ, പബ്ലിക് ആയി കഴിഞ്ഞാൽ വേറെ ആർക്കും കോപ്പി ചെയ്തുകൂടെ? നിങ്ങൾ അതേ ഇൻഡസ്ട്രിയിലുള്ള ഒരു ബിഗ് പ്ലെയറിന് നിങ്ങളെക്കാൾ വലിയ സ്കെയിലിൽ അത് ചെയ്യാൻ പറ്റും. അതൊന്നും ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ സ്ട്രോങ് വൈ ഉണ്ട്, സ്ട്രോങ് ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ തളർത്തുന്ന ഫാക്ടേഴ്സ് അല്ല. ഞാൻ ഈവൻ ഇങ്ങനെ ആരെങ്കിലും കോപ്പി ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ തെറ്റു പറയില്ല. നോർമലി വേറെ പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, എനിക്കൊരു ഓണ്ടർപ്രണർ ആവണം, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, അപ്പൊ ആരെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം, അത് നോക്കിയിട്ട് ഞാനത് ചെയ്യാം ഇന്ന മോഡലിന് അപ്പുറത്തോട്ട് അത്തരത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യണം തോന്നുന്ന ഒരു പ്രോബ്ലം, അതിനെ ചൂസ് ചെയ്തിട്ട് അതിലുള്ള മറ്റു മോഡൽസുകൾ നോക്കി അതിനെ റെഫറൻസ് എടുത്ത് പഠിച്ച് റിസർച്ച് ചെയ്ത് അവർ കൊടുക്കുന്നതിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് കുറച്ചും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേർഷനിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, മാത്രമേ അത് വരുള്ളൂ. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കൂട്ടരെ അടുത്തും നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ വിഷനാണ്, അത് നിങ്ങൾക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അത് എത്ര നന്നായി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല ഐഡിയ ആണ് എന്നതിനനുസരിച്ചല്ല നിങ്ങളുടെ റിസൾട്ട് വരുന്നതാണ്. മോർ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരു ഓണ്ടർപ്രണർ ആസ്പിരന്റിനോട് ഷിബിയുടെ ബിസിനസ് ലൈഫ് എക്സ്പീരിയൻസ് ഒട്ടും ഡ്രമാറ്റിക് അല്ലാതെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റാർട്ട് ഏർലി എന്ന് പറയുമ്പോൾ ആക്ഷൻസ് എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോൺവെർസേഷനിലുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലോട്ടുള്ള ഉന്നയിക്കുന്ന സംഭവങ്ങളാണ്. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തുടങ്ങുക, നേരത്തെ മാറുക, നേരത്തെ മാറ്റുക എന്നുള്ളതാണ്. പിവോട്ട് എന്നുള്ള ഫാക്ടർ തന്നെയാണ് അതിൽ പിന്നെയും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് മാക്സിമം നിങ്ങൾ അക്യൂർ ചെയ്യുക, അതിനെ ലിവറേജ് ചെയ്യുക, അതിനെ കോമ്പൗണ്ട് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒരു സ്റ്റാർട്ടപ്പിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഐഡിയ ഫിറ്റ് ആവുക എന്നുള്ളതാണ്. മാർക്കറ്റിലെ ആൾക്കാർക്ക് ആവശ്യമുള്ള സംഗതിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യുക, മനസ്സിലാക്കുക, പ്രൂവ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അതിനെ ഓട്ടോമേറ്റഡ് ആക്കുക, അതിനെ സിസ്റ്റമാറ്റിക് ആക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ സ്കെയിൽ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മെജോറിറ്റി യങ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ഈ സ്റ്റേജസ് മനസ്സിലാക്കാതെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വലിയൊരു പൈസ സ്പെൻഡ് ചെയ്യുകയും വലിയ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് കൊളാപ്സ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതിന് സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ ഇവർ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആദ്യം കൊണ്ടിട്ട് റൂഫ് ടോപ്പ് ഉണ്ടാക്കാനല്ലോ ചെയ്യാം, സ്ട്രക്ചർ മുതലല്ലേ തുടങ്ങുക. ആ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ കുറെ പേഴ്സണൽ സ്കിൽസും ഇവർ ഇതിന്റെ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു ഓണ്ടർപ്രണർ ആവണം, ബിസിനസ് ഓണർ ആവണം എന്നുള്ള തീരുമാനം എടുത്ത് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് പിന്നിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ അതെല്ലാം എന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാനിപ്പോ അങ്ങനെ പുതുതായിട്ട് എല്ലാവരോടും പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് 5C കോൺസെപ്റ്റ്. അതായത് ക്ലാരിറ്റി, കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഈ 5 കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇത് നമ്മളെ എല്ലാ ജേണിയിലും
അപ്പൊ ഈ ഫൗണ്ടേഴ്സിനോട് മാത്രം പറയില്ല, പ്രൊഫഷണൽസ് ആണെങ്കിലും എവരി പേഴ്സൺ അവരൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ആ ഡിസിഷനിൽ ഈ പറയുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് അവർ നോക്കണം. അതിൽ അവർക്ക് കൃത്യമായ ബോധം ഉണ്ടെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് തന്നെയാണ് എനിക്ക് സീരിയസ് ആയിട്ട് ഓണ്ടർപ്രണർഷിപ്പിലോട്ടും ബിസിനസ്സിലോട്ടും എൻ്റർ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളെ തന്നെ അസസ് ചെയ്യുക, നിങ്ങളോട് തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു സ്പേസ്, ഒരു മീറ്റ് ടൈം ഒക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്നൊക്കെ പറയും. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ട് അത് നോക്കുക. എനിക്കിതിലൊക്കെ ഞാൻ കോൺഫിഡൻ്റ് ആണോ, എനിക്കിതിൽ ക്ലാരിറ്റി ഉണ്ടോ, എനിക്കിതൊരാളോട് അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ, എനിക്ക് ഇതിനോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഷിബി ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് ഡിസേർവ്ഡ് ആകുന്ന സമയത്താണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. ഉണ്ടാവുക. അപ്പോഴേ ആ റിസൾട്ട് കൊണ്ട് വരെ ചെയ്യാന്നുള്ളതാണ്. അതെ, അപ്പോൾ ആ റിസൾട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതല്ലെങ്കിൽ ആ റിസൾട്ട് മേ ബി നമുക്കൊരു ഗിൽട്ട് ആയിട്ട് വരും, നമ്മൾ ഡിസേർവ്ഡ് അല്ലാതെ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ. അത് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല അതിന്, അല്ലേ? അത് ആ ടൈം ആകുമ്പോൾ സമയത്തിനനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നമുക്ക് ഒരുങ്ങി വരും എന്നുള്ളതാണ്. സോ കീപ് വർക്കിംഗ്, കീപ് ഗ്രൈൻഡിങ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പ്രോസസ്സിൽ നമ്മൾ ഫോക്കസ്ഡ് ആവുക. പ്രോഫിറ്റും അതിന്റെ പൊട്ടൻഷ്യലും ഒക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ റൈറ്റ് ഇന്റൻഷനോട് കൂടിയിട്ട്, പ്യൂർ ഇന്റൻഷനോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട റിസോഴ്സസും നമുക്ക് വേണ്ട സപ്പോർട്ടും ഒക്കെ നമ്മളിലോട്ട് എത്തിച്ചേരും. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എവറി എഫേർട്സ് കൗണ്ട് ചെയ്യപ്പെടും. അതിന്റെ റിസൾട്ട്സ് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. That's it. സോ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഈ സംസാരിച്ച കാര്യങ്ങളിൽ ഓരോ പോയിന്റ്സും തീർച്ചയായിട്ടും ഒരു യങ് ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ജേണിയിലും ഓൺടർപ്രണർഷിപ്പ് ജേണിയിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ, എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവട്ടെ. സോ വൺസ് അഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഓൺടർപ്രണർഷിപ്പ് ജേണി, നിങ്ങളുടെ ബിസിനസ്സിനെ പവർഫുൾ ആയിട്ട് ഒരു വലിയ ബ്രാൻഡായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചത് റാഫി പെർഫെക്റ്റ് റാഫിയോടൊപ്പം SRKP.